ഇറ്റലി നാഷണൽ ഫുട്ബോൾ ടീം ഇതൊരു ടീമല്ല, ഇത് ഫുട്ബോൾ എന്ന ഗെയിമിന്റെ തന്നെ ഒരു ഫിലോസഫിയാണ്. ലോക ഫുട്ബോളിൽ ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങൾ മാത്രം നമ്മൾ ഓർക്കും. ബ്രസീൽ, ജർമ്മനി, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നിങ്ങനെ. പക്ഷേ ഇറ്റലിയുടെ സ്റ്റോറി കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. അവർ ഫ്ലാഷി ആയിരുന്നില്ല, അവർ സ്പീഡ് കൊണ്ട് ഇംപ്രസ് ചെയ്തിരുന്നില്ല, അവർ ഇന്റലിജൻസ് കൊണ്ട് ജയിച്ച ടീമായിരുന്നു. 4 തവണ വേൾഡ് കപ്പ് ഉയർത്തിയ രാജ്യം. 1934, 1938, 1982, 2006 ഫിഫ വേൾഡ് കപ്പ്. ഈ 4 കിരീടങ്ങൾ മാത്രം സ്റ്റാറ്റിക്സ് അല്ല, അതൊരു കൾച്ചറാണ്. ഡിസിപ്ലിൻ, പാഷ്യൻസ്, ടാക്ടിക്കൽ മാസ്റ്ററി. ഒരു സമയം ഇറ്റലി ഡിഫെൻഡ് ചെയ്താൽ ഓപ്പോസിഷൻ അറ്റാക്ക് ചെയ്യുന്നത് തന്നെ യൂസ്ലെസ് ആയി മാറും. പൗലോ മാൽദീനി പോലുള്ള ഡിഫൻഡേഴ്സ് ബാൾ ടാക്കിൾ ചെയ്യുന്നതല്ല, അവർ സ്ട്രൈക്കറിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുമായിരുന്നു. ആൻഡ്രോ പിർലോ മിഡ്ഫീൽഡിൽ ബാൾ ടച്ച് ചെയ്യുമ്പോൾ ഗെയിം തന്നെ സ്ലോ ആകും. ടെമ്പോ ഇറ്റലി ഡിസൈഡ് ചെയ്യും. ജിയാലുഞ്ചി ബഫൺ എന്ന പ്ലെയർ ഗോൾ പോസ്റ്റിൽ നിന്നാൽ ഓപ്പോസിഷൻ സ്ട്രൈക്കർക്ക് കോൺഫിഡൻസ് തന്നെ ഇല്ലാതെ. ഇതാണ് ഇറ്റലി. ഗെയിം ജയിക്കുന്നത് സ്കില്ല് കൊണ്ടല്ല, ബ്രെയിൻ കൊണ്ടാണ്. 2006 വേൾഡ് കപ്പ് അത് ഇറ്റലിയുടെ അവസാനത്തെ വലിയ പീക്കായിരുന്നു. 2006 ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ. പ്രഷർ, കൺട്രോവേഴ്സി, സിദാൻ ഹെഡ്ബട്ട്, പെനാൽറ്റി ഷൂട്ടൗട്ട്. അവസാനത്തിൽ ഇറ്റലി വീണ്ടും ലോകം കീഴടക്കി. ആ നിമിഷം ഇറ്റലി ഫാൻസിന് ഒരു വിക്ടറി അല്ലായിരുന്നു, അത് പ്രൈഡ്, ഐഡന്റിറ്റി, ഇമോഷൻ എല്ലാം ഒരുമിച്ചുള്ള എക്സ്പ്ലോഷൻ ആയിരുന്നു. പക്ഷെ ഫുട്ബോളിന്റെ ക്രൂവൽ ട്രൂത്ത് എന്താണെന്നറിയാമോ? നീ ടോപ്പിൽ എത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്നത് മാറ്റർ അല്ല, നീ എത്ര സമയം അവിടെ നിലനിൽക്കുന്നു എന്നതാണ് ചലഞ്ച്. ഇറ്റലി മാറാൻ തുടങ്ങിയപ്പോൾ ലോക ഫുട്ബോൾ സ്പീഡ്, ഇന്റൻസിറ്റി, ടാക്ടിക്സ് എല്ലാം ഇൻവോൾവ് ആയി. സ്പെയിൻ ടിക്കിറ്റക്ക കൊണ്ടുവന്നു, ജർമ്മനി ഹൈ പ്രസിംഗ് കൊണ്ടുവന്നു. പക്ഷേ ഇറ്റലി പതിയെ ബാക്കിലേക്ക് പോവുകയായിരുന്നു. ഇറ്റ്സ് ഇമോഷൻസ് ഫോർ ഇറ്റലി ഫാൻസ്. യൂത്ത് ഡെവലപ്മെന്റ് ലാഗ് ചെയ്തു. സീരിയ എ മുമ്പത്തെ പോലെ ലോകത്തിലെ സ്ട്രോങ്ങസ്റ്റ് ലീഗ് ആയിരുന്നില്ല. പുതിയ ടാലൻസ് കൺസിസ്റ്റന്റ് ആയി വരാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇറ്റലിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. ഫുട്ബോളിൽ മാത്രമല്ല, അവിടെ മൊത്തത്തിൽ മാറ്റം സംഭവിച്ചു. ഇതൊരു ദിവസം കൊണ്ടല്ല സംഭവിച്ചത്. സ്ലോലി സിസ്റ്റം ക്രാക്ക് ആയി തുടങ്ങുകയായിരുന്നു. ഐഡന്റിറ്റി എല്ലാം ബ്ലറായി മാറി. ഒടുവിൽ ഷോക്ക് വന്നു. 2018 ഫിഫ വേൾഡ് കപ്പിൽ ഇറ്റലി ഇല്ല. ഫാൻസ് ആദ്യം അത് ബിലീവ് ചെയ്തില്ല, ഇറ്റലി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ വീണ്ടും അടുത്ത ബോംബ്. 2022 ഫിഫ വേൾഡ് കപ്പിലും വീണ്ടും ഇല്ല. ഇത് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായി മാറി. 4 ടൈം ചാമ്പ്യൻസ് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ആളുകൾ പലതരത്തിലും ചിന്തിച്ചു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ. വേൾഡ് കപ്പിന്റെ ആവേശം പ്ലേ ചെയ്യുന്നു, സ്റ്റേഡിയം ഫുള്ള്, എല്ലാ രാജ്യങ്ങളും അവരുടെ ഫ്ലാഗ് വേവ് ചെയ്യുന്നു. പക്ഷെ ഇറ്റലി ഇല്ല, ബ്ലൂ ജേഴ്സി ഇല്ല, ഫാൻസിന് കണ്ണീര് മാത്രം. ജിയാലുഞ്ചി ബഫൺ ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിക്കുമ്പോൾ കണ്ണീരോടെ നിൽക്കുന്ന സീൻ, അതൊരു പ്ലെയറിന്റെ റിട്ടയർമെന്റ് അല്ല, അതൊരു ജനറേഷന്റെ എൻഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റോറി അവസാനിക്കുന്നില്ല, കാരണം ഫുട്ബോൾ ഹിസ്റ്ററി ഒരു സൈക്കിളാണ്. റൈസ്, ഫാള്, കംബാക്ക്. ഇറ്റലി ഇപ്പോൾ ഫെയിൽ ആണെന്ന് നമുക്കറിയാം, പക്ഷെ ഇറ്റലി ഫിനിഷ് ആണോ? ഇറ്റലി കംബാക്ക് അടിക്കും. ഇറ്റലിയുടെ പുതിയ ജനറേഷൻ സ്ലോലി ബിൽഡ് ആകും. ഇവിടെ ടാലന്റ്, ഹങ്കർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, വേണ്ടത് ക്ലാരിറ്റി, സിസ്റ്റം, ഐഡന്റിറ്റിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ദിവസം വേൾഡ് കപ്പ് സ്റ്റേജിൽ വീണ്ടും ബ്ലൂ ജേഴ്സി നിൽക്കും, ഫാൻസ് വീണ്ടും ഷൗട്ട് ചെയ്യും. ശരിയാണ്, ചില ടീമുകൾ തോൽക്കും, ചില ടീമുകൾ ഡിസപ്പിയർ ആകും. പക്ഷെ ഇറ്റലി പോലുള്ള ടീമുകൾ ഒരിക്കലും അവസാനിക്കില്ല, അവർ കഥകളായി തിരിച്ചു. എന്തായാലും കാത്തിരിക്കാം. ഈ വേൾഡ് കപ്പിൽ ഇല്ല എങ്കിലും അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.